പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന ഗാനത്തെ അനുകൂലിച്ചവർക്ക് നന്ദിയെന്ന പിന്നണി പ്രവർത്തകർ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തിനെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായെന്ന് പാട്ടിന്റെ പ്രൊഡ്യൂസർ സുബൈർ പന്തല്ലൂർ പ്രതികരിച്ചു. വിശ്വാസികൾക്ക് വ്രണപ്പെട്ടതായി തോന്നിയിട്ടില്ല. റിലീസ് ചെയ്ത 1.5 മാസത്തിനു ശേഷമാണ് പാട്ടിനെക്കുറിച്ച് വിവാദങ്ങളുണ്ടായത്. ഒരുപാട് ആളുകൾ പാട്ട് ഏറ്റെടുത്തതായും അദ്ദേഹം പറഞ്ഞു. പാട്ടിന്റെ പിന്നണി പ്രവർത്തകർക്കെതിരെ എടുത്ത കേസ് പിൻവലിച്ചതിൽ സന്തോഷമെന്ന ഗായകൻ ഡാനിഷ് മുഹമ്മദ് പ്രതികരിച്ചു. വർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പാടിയത്. ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദിയെന്നും ഡാനിഷ് പറഞ്ഞു. അയ്യപ്പ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്ന് കാണിച്ച തിരുവാഭരണ പാത സംരക്ഷണ സമിതി നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത്. പിന്നാലെ നിരവധി പരാതികൾ വന്നിരുന്നു. കേസുകളിലൊന്നും തുടർ നടപടികളിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം. കോടതിയിൽ തിരിച്ചടി ലഭിച്ചേക്കുമെന്ന വിലയിരുത്തലാണ് സർക്കാരിനെ മാറ്റി ചിന്തിപ്പിച്ചതെന്നാണ് പറയുന്നത്. പാരഡിയിൽ കേസെടുക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. വിഷയം പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തു. പാരഡി ഗാനവും തുടർന്നുണ്ടായ സംഭവങ്ങളും ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു. പിന്നാലെയാണ് കേസുമായി മുന്നോട്ടു പോകാതെ സർക്കാർ പിന്തിരിയുന്നത്. പാരഡി ഗാനത്തിന്റെ ലിങ്കുകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന പോലീസ് നിർദ്ദേശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മെറ്റയ്ക്ക് കത്തു നൽകുകയും ചെയ്തിരുന്നു. കോടതിയുടെ നിർദ്ദേശമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഗാനം നീക്കം ചെയ്യുന്നത് മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ.